പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ വെള്ളയമ്പലത്തുള്ള ഈ ശരവണ ഭവനിലോട്ടാണ് കേട്ടോ കയറിയത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ ആംബിയൻസ് കുറച്ച് നല്ല അടിപൊളിയായിരിക്കും. ഒരു പ്രത്യേകത, അത്രയും മെസ്സൊന്നും ആവാതെ ഒരു നീറ്റായിട്ടൊരു പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ. അപ്പോൾ അതേ നമ്മൾ ഗീ റോസ്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഗീ റോസ്റ്റും കോഫിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇങ്ങനെയൊക്കെ വരുന്നത് കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവരുടെ ചമ്മന്തിയും 2 തരം ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ചൂട് ദോശ. നിക്കുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അവൾ കഴിക്കുകയും ചെയ്തു കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ അവരുടെ വട ഭയങ്കര ക്രിസ്പി ആയിട്ട്, അകത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒട്ടുമിക്ക വെജിറ്റേറിയൻ ഹോട്ടലുകളും ഇങ്ങനത്തെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പെട്ടെന്ന് മഴയൊക്കെ പുറത്ത് നല്ല മഴയും ഒക്കെയാണ് കേട്ടോ. അപ്പം നല്ല ചൂടോടുകൂടി ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ നിക്കും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പിന്നെ കോഫിയുടെ കാര്യത്തിലാണ് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നത്. നല്ല അടിപൊളി കോഫി ആയിരുന്നു, പക്ഷേ തണുത്തുപോയി, പെട്ടെന്ന് തണുത്തു കേട്ടോ. അവിടെ നല്ല ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിവ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ഉള്ള തന്നെ വെള്ളയമ്പലത്തുള്ള തന്നെ US പോളോയിലോട്ട് കയറി കേട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ എഴുതിയിട്ട് പോയതാണ് കേട്ടോ. എനിക്കൊന്ന് ചെരുപ്പ് കാറിൽ നിന്ന് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് നിലത്തിറങ്ങണമെന്ന് ഭയങ്കര വാശി. അങ്ങനെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഷർട്ട് നോക്കി. അപ്പോൾ ചേട്ടന് അവിടെയുള്ള എല്ലാ ഷർട്ടുകളും ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ ടീഷർട്ട് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി തകർത്ത മഴ പെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കിയൊക്കെ നിന്ന് കേട്ടോ. മഴയും കൂടെ കുറയട്ടെ എന്ന് കരുതി പിന്നെ കുറച്ചൊക്കെ അവിടെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ചേട്ടൻ ഒരു ടീഷർട്ട് എടുത്തു. അത്യാവശ്യം എല്ലാ കളറും, ടീഷർട്ടായാലും ഷർട്ടായാലും അവിടെയുള്ള അത്യാവശ്യം എല്ലാ കളറുകളും ചേട്ടൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് കളർ എടുത്തു കേട്ടോ. ഒലീവ് ഗ്രീനോ എന്ത് ഗ്രീനാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോഴത്തേനും തന്നെ മഴയൊക്കെ തോർന്ന് ആയിട്ടുണ്ട് കേട്ടോ.